മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞും പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൻ തിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞും പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൻ തിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. ശാരോണിലെ പനിനീർക്കണമാ ദാവീദിൻ സ്നേഹ സങ്കീർത്തനമാ. ശാരോണിലെ പനിനീർക്കണമായി ദാവീദിൻ സ്നേഹസങ്കീർത്തനമായി പവനത്തിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം. പവനത്തിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം. തിരി തെളിഞ്ഞും പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൻ തിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞും പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൻ തിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സായാഹ്ന വന്ദനം. നമ്മൾ 9-ാം ദിവസത്തേക്ക് ഇന്ന് കടക്കുകയാണ്. ഈ സായാഹ്നത്തിൽ ദേവാലയത്തിലും സ്വഭവനങ്ങളിലും നമ്മൾ ഒരുമിച്ച് കൂടി പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ബലി അർപ്പിക്കുവാൻ അനുസ്മരിക്കുവാൻ നേരിട്ടും അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും ഭവനങ്ങളിലിരുന്നും നമ്മൾ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സായാഹ്നത്തിലായിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മെ കാത്ത് പരിപാലിച്ചു കൊണ്ടുപോകുന്ന തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിന് ഇന്ന് നേതൃത്വം നൽകുന്നത് 2 യൂണിറ്റ് അംഗങ്ങൾ ഒരുമിച്ചാണ്. സെൻറ്റ് ജോസഫ് ഫാമിലി യൂണിറ്റും അതുപോലെ തന്നെ സേക്രഡ് ഹാർട്ട് ഫാമിലി യൂണിറ്റും. 2 യൂണിറ്റുകളിലെയും എല്ലാ ഭാരവാഹികളെയും എല്ലാ കുടുംബങ്ങളെയും നമുക്ക് പ്രത്യേകമായി ഓർക്കാം. ആരോഗ്യപരമായ കാരണങ്ങളാൽ സുഖമില്ലാതിരിക്കുന്നവരെയും അതുപോലെ തന്നെ പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നിന്നും നിയോഗങ്ങൾ ലഭിച്ചിട്ടുള്ള 6 കുടുംബങ്ങൾ, വ്യക്തികൾ, അവരുടെ പ്രത്യേകമായ നിയോഗങ്ങളോട് ചേർത്ത് നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രത്യേകിച്ച് കോവിഡ് രോഗം മൂലം ചികിത്സയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ലോകമെങ്ങുമുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് തുടങ്ങിയ മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും പലകരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് നിയോഗങ്ങൾ ലഭിച്ചിട്ടുള്ളവർ എർലിൻ ടോമി കൊപ്പറമ്പിൽ, ഗ്രേസ് ബിജു വെണ്ണിക്കണ്ടത്തിൽ, ജോൺ ആൻ്റണി വെണ്ണിക്കണ്ടത്തിൽ, ജോണി തോമസ് വെണ്ണിക്കണ്ടത്തിൽ, ചക്കനാട്ട് ജെറിൻ തോമസ്, കൊപ്പറമ്പിൽ ബെൻ ജോൺസൺ, ഇവരെ പ്രത്യേകം ഓർക്കാം. ഒപ്പം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരാരും നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരെയും കാണുന്നില്ല. ജന്മദിനം ആഘോഷിക്കുന്ന 7ഓളം വ്യക്തികളുണ്ട്. കറുകപ്പള്ളി താഴത്തേക്കുറ്റ് ബിജോയ്,
കറുകപ്പള്ളി താഴത്തേക്കുറ്റ് ബിനോയ്, ആഞ്ഞിലിക്കൽ കോവളത്ത് ജെയ്മോൻ, ഉപ്പൂട്ടിൽ പ്രാക്കിയിൽ ജെറിൻ ജോസ്, വെളിപ്പറമ്പിൽ ജിസ്ന, ചെറിയവിളി ലില്ലമ്മ, വെച്ചു പടിഞ്ഞാറേതിൽ റാണി. ഇവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം അവരോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും ആവശ്യമായ ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായി നിയോഗം വഹിക്കുന്നത് നമ്മുടെ ഇടവക കുടുംബത്തെ മുഴുവനുമായിട്ടുമാണ്. ഇടവകയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളും പ്രധാന ഉത്തരവാദിത്വം വഹിക്കുന്നവരും സംഘടനകളും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒപ്പം പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോയ മകനെ അന്വേഷിച്ച് പോകുമ്പോഴുണ്ടാകുന്ന ഉത്കണ്ഠയും ഇതും നമ്മുടെയും ജീവിതങ്ങളിൽ ഉണ്ടാവാം. അതെല്ലാം നമുക്ക് അമ്മയോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹയാത്തതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസാധ്യത ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ ചെയ്യുന്നു. ഏതെങ്കിലും പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ ഈ പരിശുദ്ധ ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനത ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയ്ക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം
പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ വചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും പരിശുദ്ധാമയെപ്പോലെ വചനം പാലിച്ച് ജീവിക്കുവാനും നൂറുമേനി ഫലം നൽകുവാനും ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു. ആ ദിവസങ്ങൾക്കു ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്ടപ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. പാപമോചനം ഉള്ളിടത്ത് പരിഹാര ബലിയും ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാതകളിൽ ഇരുളാകയകറ്റും ദൈവത്തിൻ തിരുവചനം, പാദങ്ങൾക്കു വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാതകളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം, പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയെ കാണാതെ പോയപ്പോൾ മാതാവും ഔസപിതാവും ഈശോയെ അന്വേഷിച്ച് തിരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നതും അവിടെ വച്ച് ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രതികരണം. ഈശോയുടെ അമ്മ ചോദിക്കുന്നു, ഞാനും നിന്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഈശോ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് അവർ തിരിച്ചറിയുമ്പോൾ, അത് നഷ്ടമാവുമ്പോൾ അവർക്കുണ്ടായ ഉത്കണ്ഠയാണ് അവിടെ നമ്മൾ കാണുവാൻ നമുക്ക് സാധിക്കുക. ഒത്തിരിയേറെ പ്രതിസന്ധിയിലൂടെയും ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലും അനുഭവങ്ങളുടെയും കടന്നു പോകുന്ന നമുക്കും ഒരുപക്ഷേ ഈ സാഹചര്യത്തിലും നമ്മൾ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ടാണോ നമ്മൾ ഇതിനെ അതിജീവിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെയും ഉത്കണ്ഠ കുറയുകയില്ല. ആ കുടുംബത്തിലും ഈശോയുടെ സാന്നിധ്യത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അപകടിച്ചുകൊണ്ട് മറന്നുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ആ കുടുംബത്തിലും ഉത്കണ്ഠ മാറുകയില്ല. നമ്മൾ ഓരോ ജീവിതങ്ങളിൽ അതാണ്. ഈശോ കൂടെ ഉണ്ട്. ആ വിശ്വാസവും ബോധ്യവുമാണ്, ധൈര്യവുമാണ് നമ്മെ ജീവിതത്തെ ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുക, നമ്മെ സഹായിക്കുക.
അതുതന്നെയാണ് സുവിശേഷ വചനത്തിൽ നമ്മൾ കാണുക. തിരിച്ച് ഈശോ ആ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നു. അവർക്ക് അവരുടെ ഉത്കണ്ഠ മാറുന്നു, സന്തോഷമാവുന്നു, സമാധാനമാവുന്നു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അതെന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും നിമിഷങ്ങളിലാണെങ്കിലും ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട്, തമ്പുരാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകരുത്. അവിടുത്തെ കൂട്ട് പിടിക്കുക, അവിടുത്തെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ, ഈശോയോടൊപ്പം നമുക്കുമായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മൾ ഈശോയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പശുത്തെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. അമ്മയും പുത്രനും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ അവരോടൊപ്പമാണെങ്കിൽ, തിരുക്കുടുംബത്തോടു കൂടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? കൊറോണ വൈറസ് എന്നല്ല, എത്ര വലിയ വൈറസ് നമ്മളെ ആക്രമിച്ചാലും നമുക്കതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കും. ഈ വചനം നമ്മൾ ശ്രമിക്കുമ്പോൾ പശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ഒരിക്കലും നിൻ്റെ പുത്രനെ ഉപേക്ഷിച്ചിട്ട് മുന്നേറുവാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ, സഞ്ചരിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. നീയും പുത്രനും ഔഷപിതാവും തിരുക്കുടുംബം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രമിക്കാം. അധ്യായം 2, 41 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൗതിക ജ്ഞാനം, സാങ്കേതിക പരിജ്ഞാനം ഇവ നേടുന്നതിനൊപ്പം ആത്മീയ ജ്ഞാനത്തിലും മാനുഷിക മൂല്യങ്ങളിലും ദൈവിക പുണ്യങ്ങളിലും വിദ്യാർത്ഥിനികളും വളർന്നു വരുന്നതിന് അങ്ങ് അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ യുവതിയുവാക്കളും ദൈവത്തെ അനുഭവിക്കുവാനും തങ്ങളുടെ യുവത്വം തങ്ങളുടെ തന്നെയും കുടുംബത്തിൻ്റെയും സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കുവാനും അവരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസികളുടെ സമൂഹമായ ഇടവകയിലെ ഓരോ മക്കളും അനുദിനം വിശ്വാസത്തിൽ ആഴപ്പെടുന്നവൻ അതിനും അനുയോജ്യമായ സ്നേഹ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനും പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയിൽ ശക്തിപ്പെടുന്നതിനും വേണ്ട കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളിയിൽ വിശ്വസ്തരും ജീവിതത്തിൽ വിശുദ്ധരും അർപ്പണത്തിൽ പൂർണ്ണരും ശുശ്രൂഷയിൽ ഔദാര്യവും ബലിജീവിതത്തിൽ സന്തുഷ്ടരുമായി ജനത്തിനും ദൈവത്തിനും വേണ്ടി ഓരോ വൈദികരും സമർപ്പിതരും രൂപപ്പെടുവാൻ വേണ്ട കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവൻ്റെയും പരിപാലകനായ ദൈവമേ, കോവിഡ് മഹാമാരി മൂലം വിഷമതകൾ അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരെയും രോഗനിയന്ത്രണത്തിനായി പരിശ്രമിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. രോഗശമനത്തിനായുള്ള എല്ലാ പ്രവർത്തികളും വിജയം വരിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ബഹുമാനാർത്ഥം ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ ജപമാലാചരണം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം
തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ മരണം സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹയുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ ശുദ്ധർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തെ മേൽ സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയ പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പര സമാധാനം ആശംസിക്കും. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ.
സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും ദുഷ്ടതയിലും അസൂയയിലും അസൂയയിലും വഞ്ചനയിലും വഞ്ചനയിലും അലസതയിലും അലസതയിലും വിദ്വേഷത്തിലും വിദ്വേഷത്തിലും ആത്മീയ ആത്മീയ ബന്ധനങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കണമേ. മുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരോടും ശ്രപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഒളിവിൻ ചില്ലകൾ കയ്യിലേന്തിടും ജനമേ പാടിടൂ നാഥനോശാന. ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തിടും ജനമേ പാടിടൂ നാഥനോശാന. ദൂതവൃന്ദങ്ങളെ ഭൂനിവാസികളെ ആർത്തുപാടിടുക നാഥനോശാന. ബലവാനും കർത്താവുമായവൻ സൃഷ്ടാവും രാജാവുമായവൻ മിശിഹാരാജനിന്റെ വഴിയിൽ ആഗതനാകുന്നു. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനുറ്റി കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു.
അപശ്യരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള കോവിഡ് രോഗികളെയും മറ്റ് ആരോഗ്യം മൂലം സുഖമില്ലാതിരിക്കുന്നവരെല്ലാവരെയും സമർപ്പിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും പാലകരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിന് പേർ പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും ലോകമെങ്ങുമുള്ള മരണം മുഴുവൻ വേർ പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരുടെയും ആനന്ദശാന്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും ഇന്നത്തെ തിരുക്രമങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സെൻറ് ജോസഫ് യൂണിറ്റിലെയും സേക്രഡ് ഹാർട്ട് ഫാമിലി യൂണിറ്റിലെയും എല്ലാ കുടുംബാംഗങ്ങൾക്ക് ഭാരവാഹികൾക്ക് വേണ്ടിയും പ്രത്യേകിച്ചും നിയോഗം ഏൽപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നിറവനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നമ്മളെല്ലാവരുടെയും ജീവിതങ്ങൾ ഹൃദയങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നിറയുവാനും നമ്മളെ എല്ലാവരെയും വിശുദ്ധീകരിക്കുവാനും സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയിട്ട് നമ്മളുള്ള ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങളും പാപത്തിൻ്റെയും തിരുമേടതുമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് പരിശുദ്ധമയെപ്പോലെ പാപരഹിതമായ പരിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള കൃപ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്കും നിങ്ങൾ നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് തന്നെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം ഞങ്ങളോട് ദയ തോന്നണമേ. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ ഭോജ്യമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായക നിന്നെ. ജീവന്റെ ഭോജ്യമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായക നിന്നെ. ആരാധന ആരാധന തിരുവോസ്തിരൂപനെ ആരാധന. ആരാധന ആരാധന മഹേശ്വര എന്നെന്നും ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി
ഇതാ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ കുർബാനയായി നേരിട്ടും അരൂപയുടെ ദ്വീകാരണത്തിലൂടെ ഭവനങ്ങളിലായിരിക്കുന്നവരുടെയും ജീവിതങ്ങളിലേക്ക് കർത്താവ് എഴുന്നള്ളി വരുവാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നമ്മുടെ ഈശോയെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ഒരുക്കാം. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കില്ലാത്ത ഈ സാഹചര്യത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് നമ്മൾ ഈശോയുടെ ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും അവൾ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുകയാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടി പാപങ്ങളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലി ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാം. സമാധാനം ആശംസിക്കാം. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ദൈവത്തിന്റെ മരണം വഴി കുരിശിൽ വിജയം വരിച്ചു. കുരിശാവുന്ന ഭാവത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളവും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താലും എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ വരുവിൻ, ദൈവത്തിന്റെ ശരീരത്തെ ഞങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മശുചീകരണം പ്രാപിക്കാം. നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ ഭവനങ്ങളിലായിരിക്കുന്നവർ പ്രത്യേകിച്ച് അരൂപയിലുള്ള ആഗ്രഹത്താരുടെ ദിവ്യകാരണം സ്വീകരണം നമുക്ക് സാധിക്കും. നമുക്ക് ഈശോയെ ഹൃദയത്തെ സ്വീകരിക്കാം. ആഗ്രഹത്താൽ അരൂപയുടെ ദിവ്യകാരണത്തെ സ്വീകരിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി ഈശോയെ സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കുന്നു തിരുവനും കടമായി തീരട്ടെ. ആമേൻ.
നാവിലലിയാനായി വന്നിടുന്നു. ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം. രാജാതിരാജനമീശോയിതാ നാവിലലിയാനായി വന്നിടുന്നു. ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം. ഹായ് നാഗമേ യേശുവിൻ ജീവനേ, നീ വരും നിമിഷം സായുജ്യമേ. ഹായ് ഭാഗ്യമേ യേശുവിൻ ജീവനേ, നീ വരും നിമിഷം സായുജ്യമേ. പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മെസ്സേജ് ഇട്ടിരുന്നാണ് ഒരു പക്ഷേ എല്ലാവരും കണ്ട് കാണില്ലായിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെ ഇടവ കുടുംബത്തിൽ നിന്നും ഈ ദിവസങ്ങളിൽ നടന്ന ചില കോമ്പറ്റീഷൻസ്, കാർലോ ക്വിസ്, അതുപോലെ തന്നെ ലോലിക് ക്വിസ്. ലോലിക് ക്വിസ് ഈ പറഞ്ഞതുപോലെ ഓൾ വേൾഡ് തരത്തിൽ നടന്നതാണ്. UK കേന്ദ്രീകൃതമായിട്ട് ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമായിരുന്നത്, ഒരു പ്രോജക്റ്റായിരുന്നത്. അതിൽ പങ്കെടുത്ത വിജയികളായ നമ്മുടെ ഇടവ കുടുംബത്തിൽ നിന്നും വ്യക്തികളുണ്ട്. കാർലോ അക്യൂറ്റിസിൻ്റെ ക്വിസിൽ പങ്കെടുത്ത് വിജയികളായത് ഒന്നാം സമ്മാനം നേടിയത് തേജ തെരസ് ടോമി കോയിപ്പുറത്ത്. അതുപോലെ രണ്ടാം സമ്മാനം നേടിയത് ഹസി ടോമി കോയിപ്പുറത്ത്. ലോലിക് ക്വിസിൽ അത് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതിനകത്ത് ഒന്നാം സമ്മാനം നേടിയത് മിന്ന മരിയ ടോമി കോയിപ്പുറത്താണ്. ഇവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഇടപെടൽ അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന വേദപാഠ ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഉപപാഠ പുസ്തകം ബന്ധപ്പെട്ട ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ യൂണിറ്റിലുള്ളവർ ഏത് ടീച്ചറിനാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്, ആരുടെ കൈവശമാണ് പുസ്തകം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വാട്സാപ്പ് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. കൂടാതെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറയുകയും കൂടി ചെയ്തതാണ്. അത് വാങ്ങിച്ചില്ലാത്ത കുട്ടികൾ ഈ ഞായറാഴ്ചയ്ക്കുള്ളിൽ അത് വാങ്ങിച്ച് ഞായറാഴ്ച ക്ലാസ്സിൽ ആ പുസ്തകം ഉപയോഗിക്കണമെന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സെൻറ്റ് ജോസഫും സേക്രഡ് ഹാർട്ട് യൂണിറ്റുകാരും റോസിനി ടീച്ചറിൻ്റെ അടുത്താണ് ആ കുട്ടികൾ പുസ്തകം വാങ്ങിക്കേണ്ടത്. 25 രൂപ എല്ലാ കുട്ടികളും ബന്ധപ്പെട്ട ടീച്ചർമാരെ ഏൽപ്പിച്ചിട്ട് വേണം പുസ്തകം വാങ്ങിക്കുവാനായിട്ട്. ഞാൻ സൂചിപ്പിച്ചു, ഒന്നിലധികം കുട്ടികൾ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരു പുസ്തകം വാങ്ങിച്ചാൽ മതിയായിരിക്കും. ആ വീട്ടിലുള്ള ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം വാങ്ങിച്ചാൽ മതി. ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ ഒന്നിലധികം പുസ്തകം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഒരു പുസ്തകം വാങ്ങിച്ചാൽ മതിയായിരിക്കും. മറ്റുള്ളവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ നാളെയാണ് നമ്മുടെ ജപമാല ആചരണത്തിൻ്റെ സമാപനം കുറിക്കുക. നാളെ പതിവ് പോലെ നമുക്ക് കുർബാന പതിവ് പോലെ തന്നെ. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കുടുംബ യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റിയുടെ കമ്മിറ്റി അംഗങ്ങളും പാരിഷ് കൗൺസിൽ അംഗങ്ങളുമാണ് നേതൃത്വം കൊടുക്കേണ്ടത്. കാഴ്ച സമർപ്പണമെല്ലാം അവരാണ് നടത്തേണ്ടതെന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വളരെ ലളിതമായിട്ടാണ് നടത്തുക. ജപമാല പ്രദർശനമൊന്നും നമ്മൾ പുറത്തേക്കൊന്നും നടത്തുന്നില്ല. എങ്കിലും നമ്മൾ ആ ഒരു ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പള്ളി മുറ്റത്ത് തന്നെ പള്ളിക്ക് ചുറ്റുമായിട്ട് നമ്മൾ ചെറിയ ജപമാല പ്രദർശനം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും പാരിഷ് കൗൺസിൽ അംഗങ്ങളും പങ്കെടുക്കുക. അവർ കാഴ്ച സമർപ്പണ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഡയറക്ടറിയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വിവാഹ വാർഷികം ഇത് നമ്മൾ ഇടവക തരത്തിൽ ആശംസകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ
മരിച്ചു പോയിട്ടുള്ളവരുണ്ടാവും, അതിൽ ഇല്ലെങ്കിൽ വിവാഹം ചെയ്ത് വിട്ടു പോയിട്ടുള്ളവരുണ്ടാവും. പക്ഷെ നമ്മൾ അത് നെറ്റിൽ ആയിട്ടില്ല, അതാകുന്നത് വരേക്കെങ്കിലും അങ്ങനെ ആവർത്തനം വരികയാണെങ്കിൽ അത് എത്രയും വേഗം നമ്മുടെ IT കോർഡിനേറ്റർ ജോസ് സാറിനെ അത് അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആരെങ്കിലും മരിച്ചു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വിവാഹം ചെയ്ത് നമ്മുടെ ഇടവകയിൽ നിന്നും വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അത് എത്രയും വേഗം അത് അറിയിച്ചാൽ, അത് ഓൾറെഡി നമുക്ക് അതിരൂപതയിലാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ, അവിടെ നമ്മൾ അറിയിച്ചത് നമുക്ക് അത് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ നീക്കം ചെയ്യുകയാണെങ്കിൽ പിന്നീട് വീണ്ടും ഇതുപോലെ ജീവിച്ചിരിക്കുന്നില്ലാത്തവരോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറിപ്പോയിട്ടുള്ളവരോ അവിടെ ആശംസകൾ പിന്നീട് അതിനകത്ത് ഉണ്ടാവുകയില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എഴുന്നേറ്റ് സമാപന ആശീർവാദത്തായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും തൻ്റെ അമ്മ വഴി, നമ്മുടെ അമ്മ വഴി ഈ ദിവസങ്ങളൊക്കെ നമ്മെ അനുഗ്രഹിച്ചു. 10 ദിവസം നമ്മൾ നാളേക്ക് പൂർത്തിയാക്കുന്നു. അമ്മയുടെ ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജപമാലയിൽ ഏറ്റവും വലിയ ആയുധമായിട്ട് അമ്മ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതും ജപമാലയാണ്. ഈ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇടവകത്തെ മൊത്തമായിട്ടും അഖണ്ഡ സഹസ്ര ജപമാല ചൊല്ലിയും ഈ ദിവസങ്ങളിൽ 10 ദിവസവും നമ്മൾ ആഘോഷിച്ചും നമ്മൾ അതിജീവനത്തിലുള്ള ശക്തി നമ്മൾ നേടിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും തൻ്റെ മധ്യസ്ഥം അനുഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും അനുഗ്രഹിക്കും. നമുക്ക് അമ്മയോട് മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകൾക്കും അവിടത്തോട് ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലി വഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോർശ്രേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴല്ലോ അറിഞ്ഞുകൂടാ. ആത്മാവിനു
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ആയുധം നമുക്ക് ഉപയോഗിച്ച് ജപമാല ചൊല്ലി നമുക്ക് ലോകമെങ്ങുമുള്ള കോവിഡ് രോഗികളൊക്കെ എല്ലാവർക്കും സൗഖ്യം നൽകണമേ എന്നും പൂർണ്ണമായും കൊറോണ വൈറസ് ഈ ലോകത്ത് നിന്ന് പൂർണ്ണമായും ഇല്ലാതാകണമേ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനസഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളമിറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. വിശ്വാസം, ശരണം, സ്നേഹം, ഈ മൂന്ന് ദൈവിക പുണ്യങ്ങൾ നമ്മിൽ വളർന്ന് ആഴപ്പെടുവാൻ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒന്നാം രഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തും ധ്യാനിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിഷമമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതലായി സ്മരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം. നമ്മുടെ കർത്താവായ യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടിലാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ വിഷമമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായത്തോടുള്ള ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങളോട് അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം രഹസ്യം, നമ്മുടെ കർത്താവായ ഈശ്വമിസിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു ധ്യാനിക്കുക. സർവ്വസ്നേഹ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങളോട് തെറ്റിയവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിരുമേനി ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടെ ആശീർവദിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം രഹസ്യം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചോദപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുമേ. ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വിശുദ്ധമേ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായങ്ങളോട് ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിമേൽ തറക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ എപ്പോഴും എപ്പോഴും നീക്കുവാമേ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് ആനയിക്കണം ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാന്മായ വിശുദ്ധ യൗസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനോടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദ്യങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. സിഹായെ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മൗഢമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരം പ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ചിസ്തിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാലവിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്ലോത്ഭവിയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധരാജ്ഞി, നന്മ സ്തുതി. ഞങ്ങളുടെ ജീവനമാതിരി ശരണമേ സ്തുതി.
അവാർഡും നിറപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പകൽ നിലവിളിക്കുന്നു. ഞങ്ങളോട് പുറപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങേ കരുണയുടെ കണ്ണുകൾ ഞങ്ങളോട് നിരതിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങയുടെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് അനുസരണമേ. കന്യാവത്സലമാതുരം നിറഞ്ഞ കന്യകമറിയമേ, ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുമാനവുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുമാനവുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുമാനവുമുണ്ടായിരിക്കട്ടെ. ദീപമാലാചരണങ്ങളുടെ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മുടെ കൈകളിൽ പിടിച്ച് ഈശോയോടൊപ്പം കൊണ്ട് നടക്കുകയായിരുന്നു, അത് പരിപാലിക്കുകയായിരുന്നു. തൻ്റെ പുത്രൻ്റെ അടുത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം തേടിക്കൊണ്ട് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത അമ്മയുടെ ആ വലിയ വാത്സല്യവും നമ്മളെക്കുറിച്ചുള്ള കരുതലും നമുക്ക് നമ്മൾ ചിന്തയ്ക്ക് വിഷയമാക്കാം. നമ്മളെ അവിടുന്ന് തളരാതെ നിരാശരാക്കാതെ തൻ്റെ തോളിലേറ്റി കൊണ്ട് നടക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാം. അവിടുത്തെ ആരാധിക്കാം, അവൾക്ക് നന്ദി പറയാം. എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടു പാടും ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങളേറ്റു വാങ്ങും സ്നേഹം, എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങളേറ്റു വാങ്ങും സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി, എന്റെ മിഴിനീര് മായ്ക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. തൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി നമ്മിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം. അതും പോരാഞ്ഞിട്ട് ഈശോയതായി നമ്മളെല്ലാവരെയും ആശീർവദിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട്. ഈ സായാഹ്നത്തിൽ നമ്മെല്ലാവരെയും അവിടുത്തെ മാറു ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ അമ്മയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതാ നമ്മെ അവിടുന്ന് ആശീർവദിക്കുന്നു. കുഞ്ഞുമക്കളെയെല്ലാം അമ്മമാർ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് അവരെ ആശീർവദിക്കുവാൻ, അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിക്കുവാനായിട്ട് ഈശോ അവരെ സ്നേഹിച്ചു, അവരെ അനുഗ്രഹിച്ചു. ആ അമ്മമാരുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ അവിടുന്ന് സഫലമാക്കി അവരെ അനുഗ്രഹിച്ചാണ് വിട്ടത്. ഇതാ അവിടുത്തെ മക്കളായി നമ്മളെല്ലാവരെയും നമ്മുടെ അമ്മ തൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുകയാണ്, നമ്മെ ആശീർവദിക്കുവാൻ. നമ്മുടെ ശിരസിൽ മാത്രമല്ല, എല്ലാ രോഗികളുടെയും മേൽ, ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളുടെയും മേലും ഈശോ ഇതാ കൈകൾ നീട്ടി അനുഗ്രഹിക്കുന്നു. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കുവാൻ, അവിടുത്തോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, പറയുവാനെല്ലാം പറഞ്ഞ് നമ്മുടെ എല്ലാ നിയോഗങ്ങൾ സമർപ്പിച്ച്, ഇടവ കുടുംബത്തെയും എല്ലാ രോഗികളെയും സമർപ്പിച്ച്, എല്ലാ ആതുര സേവനം ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച്, നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച്, ഇടവകയെ സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടി അണഞ്ഞവരെ നീയൊരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പോ നീ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പോ നീ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ. കന്യകമാരുടെ റാണി നീയേ, ഇത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടി അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. പ്രിയമുള്ളവരെ, ഇന്ന് നേതൃത്വം നൽകിയ സെൻറ്റ് ജോസഫ് സേക്രഡ് ഹാർട്ട് ഫാമിലി യൂണിറ്റുകളിലെ എല്ലാ ഭാരവാഹികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം നിയോഗങ്ങൾ ഏൽപ്പിച്ചവർക്ക് പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേര് നന്ദി അർപ്പിക്കുന്നു. നാളെ സമാപന ദിവസമാണ്, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 6:30 നമ്മുടെ സാധാരണ സമയമെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് 6 മണിക്ക് ആരംഭിക്കാം എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ സമാപന ദിവസമായതുകൊണ്ട് റാലി നമ്മൾ ബഹുമാന പ്രദക്ഷിണം ചെറുതായിട്ട് നമ്മൾ നടത്തുന്നത് കൊണ്ടും എനിക്ക് തോന്നുന്നു നാളത്തെ പരിപാടി 6 മണിക്ക് ആരംഭിക്കാം. ആഘോഷമായിട്ടുള്ള പാട്ട് കുർബാനയും പ്രസംഗവും ഉണ്ടായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ഫൊറോനയിലെ കൊച്ചച്ഛൻ ബഹുമാനപ്പെട്ട ജോമോൻ ആണവനക്കാട് അച്ഛനാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യുക. അതുകൊണ്ട് നാളത്തെ തിരുക്രമങ്ങൾ വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു. 6:30 ചിലപ്പം നേരത്തെ നമുക്ക് ആരംഭിക്കാം. അതനുസരിച്ച് പരിപാടിയുടെ സമാപനവും തീർന്നതും നേരത്തെ തീർക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നാളെ നേതൃത്വം നൽകേണ്ടത് പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഫാമിലി യൂണിയൻ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളുമാണ്. എല്ലാവരും നേരത്തെ വരാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശുഭരാത്രി ആശംസിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് ജന്മദിന ആശംസകൾ നേരുകയും ചെയ്യുന്നു.
കരയുന്ന മക്കൾ തൻ കഥനങ്ങളെല്ലാം നെഞ്ചോടു ചേർക്കുന്നൊരമ്മ.